السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بفضل بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا ومولانا وحبيب ربنا وطبيب لبنا خاتم الأنبياء والمرسلين ورسول رب العالمين معلم البشرية من لدن حكيم خبير وعلى آله الطيبين الطاهرين وعلى أصحابه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب هب لي حكما وألحقني بالصالحين واجعل لي لسان صدق في الآخرين واجعلني من ورثة جنة النعيم. يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد فأنت نور الهدى في كل كائنتي وأنت سر الندى يا خير معتمدي. സ്നേഹാദരവുകൾ നിറഞ്ഞ കാരണവന്മാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മിൽ നിന്നും സംഭവിച്ച എല്ലാ വീഴ്ചകളും വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാസമാകുന്ന മുഹറം മാസത്തിൽ അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ അടിമകളാകുന്ന നമ്മെ ഒരുമിച്ചു കൂടിയതുപോലെ അള്ളാഹുവിന്റെ സ്വർഗീയ സുവനത്തിൽ ഒരുമിച്ചു കൂടാൻ നാഥൻ നമുക്കെല്ലാം തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെയും എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി അള്ളാഹു സലാമത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മയും അവരെയും നമ്മിൽ നിന്നും മൺമറഞ്ഞ ഏവരെയും ആഖിറത്തിൽ വിജയിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനികളെ, ആവശ്യമായ കാര്യങ്ങളുണ്ട്, അനാവശ്യമായ കാര്യങ്ങളും ഉണ്ട്. ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥ നല്ല മുസ്ലിം. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും അനാവശ്യമായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നതാണ് ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു നല്ല മുസ്ലിമിന്റെ അടയാളം എന്താണെന്നറിയുമോ? തർക്കുഹു മാ ലാ യഅനിഹി, അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്നവൻ ആരോ അവനാണ് നല്ല മുസ്ലിം എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നല്ല മുസ്ലിമീങ്ങൾ അല്ലാത്തവരും ഉണ്ട്. അതാരായിരിക്കും? അനാവശ്യമായ കാര്യങ്ങളിൽ വ്യാപൃതരായ ആളുകളാണ് എന്ന് ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനികളെ, ആവശ്യമുള്ള കാര്യങ്ങളിലൂടെ
അനാവശ്യ കാര്യങ്ങൾ ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക എന്നത് നരകത്തിലേക്കുള്ള മാർഗമാണ്. സ്വർഗത്തിലേക്കുള്ള മാർഗം എന്താ? അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവന്റെ പ്രവാചകനും നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുണ്ട് സ്വർഗത്തിലേക്കുള്ള മാർഗവും നരകത്തിലേക്കുള്ള മാർഗവും. സ്വർഗത്തിലേക്കുള്ള മാർഗം എന്നത് അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക എന്നത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൽ നമുക്ക് പഠിപ്പിച്ചെന്നില്ലേ, ഇന്നാ ഹദൈനാഹുസ് സബീൽ ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറാ. നിങ്ങൾക്ക് നാം വഴിയെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. ആവശ്യമായ വഴിയെന്തും അനാവശ്യ വഴിയെന്തെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ നേതാവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന വയുബാഇദു മിനന്നാർ. സ്വർഗ്ഗത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യം എന്തുണ്ടോ, നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങൾ എന്തുണ്ടോ, ഇല്ലാ വഖദ് ബുയ്യിന ലക്കും, നിങ്ങൾക്ക് ഞാനത് മനസ്സിലാക്കി തന്നിട്ടല്ലാതെ ഇല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്കുള്ള വഴി എന്ത്, സ്വർഗത്തിലേക്ക് പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമാക്കി തന്നിട്ടുണ്ട് നേതാവ് സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ശരീഫിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടും ഉണ്ട്. എന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ഇപ്പോഴും പലപ്പോഴും ആവശ്യങ്ങൾ വിട്ടുകൊണ്ട് അനാവശ്യങ്ങളിലേക്ക് പോകുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമാണ് ഉള്ളത്. അതിനുള്ള കാരണം എന്താ? അതിനുള്ള ഒരു കാരണം എന്താ? ആവശ്യം എന്താണ്, അനാവശ്യം എന്താണ് എന്ന് തിരിച്ചറിയാതെ പോകുന്നു. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ അവസ്ഥ എന്താ? ഇപ്പോഴത്തെ മനുഷ്യരുടെ അവസ്ഥ എന്താ? ആവശ്യം എന്ത്, അനാവശ്യം എന്ത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലും ചുറ്റുപാടിലുമാണുള്ളത്. ഏത് വിഷയം എടുത്തു നോക്കിയാലും അതിലുള്ള അനാവശ്യങ്ങളെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയാൽ അവര് വിശദീകരിച്ചുകൊണ്ട് എന്തിലെത്തിക്കും? ആവശ്യമാണ് എന്നതല്ല, അത്യാവശ്യമാണ് എന്നതിലേക്ക് വരെ എത്തിക്കുന്ന സാഹചര്യവും ചുറ്റുപാടുമാണുള്ളത്. ആലോചിച്ച് നോക്കൂ, ഏതൊരു വിഷയം എടുത്തു നോക്കിയാലും അതിൽ വരുന്ന അനാവശ്യങ്ങളെ എടുത്തുകൊണ്ട് നാം ഒന്ന് അവർക്ക് ഒരു ഉത്ബോധനം ചെയ്യാൻ ശ്രമിച്ചാൽ എന്തുണ്ടാവുക? അത് ആവശ്യമാണ് എന്നതല്ല, അത് അത്യാവശ്യമാണ് എന്ന നിലയിലേക്ക് വരുത്തി തീർക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് ബഹുമാനികളെ? ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാൻ പറ്റാത്തൊരു ചുറ്റുപാടിലും സാഹചര്യത്തിലുമാണ് നാം ഉള്ളത്. വെറുതെ പറയണതല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാളിന്റെ അടയാളം പറഞ്ഞെടുത്തു പറയുന്നുണ്ട്, ബാദിറൂ ബിൽ അഅമാലിസ് സ്വാലിഹ. നിങ്ങൾ സുഹൃതങ്ങളുമായിട്ട് കൂടണം കേട്ടോ, സുഹൃതങ്ങളുമായിട്ട് കൂടണം. ഖബ്ല തുലൂഇ ശംസി മിൻ മഗ്രിബിഹാ. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതിന് മുമ്പായി കൊണ്ട് തന്നെ നിങ്ങളെ കൊണ്ട് കഴിയുന്ന അഅമാലുകൾ നിങ്ങൾ ചെയ്തു തീർക്കണം. അതുപോലെ തന്നെ ദജ്ജാൽ പുറപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ അഅമാലു സ്വാലിഹാത്തുമായിട്ട് കൂടണം. മൂന്നാമതായിട്ട് പറഞ്ഞത് വദ്ദുഖാൻ. പുക വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം? അഅമാലു സ്വാലിഹാത്തുമായിട്ട് കൂടണം. ഏതാണ് ഈ പുക? ഏതാണ് ഈ പുക? പുക വന്നു കഴിഞ്ഞാൽ എന്താ നമുക്കറിയാം? ഒന്നും തിരിച്ചറിയാൻ കഴിയില്ല. ആ ഒരു സാഹചര്യം ഇപ്പൊ ദജ്ജാല് വന്നിട്ടില്ല, ശരിയാണ്. സൂര്യൻ പടിഞ്ഞാറ് ഉദിച്ചിട്ടില്ല, ശരിയാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയാണ് ബഹുമാനികളെ, ദുഹാന്റെ കാലഘട്ടമാണ് ഇപ്പോൾ. ദുഹാൻ എന്ന് പറഞ്ഞാൽ പുക കാണുന്നില്ലല്ലോ ഉസ്താദേ, പുക കാണൂല. പുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ സാഹചര്യത്തിൽ ആവുക എന്നതാണ്. യുവാക്കളുടെ ജീവിത രീതി പരിശോധിച്ചു നോക്കൂ. അതുപോലെ തന്നെ നമ്മുടെ നാടുകളിലുള്ള വിവാഹ വേദികളൊന്ന് പരിശോധിച്ചു നോക്ക്. പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ ആവശ്യവും അനാവശ്യവും
വേർതിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ഒരു തരം ദുഹാൻ, പുക എന്ത് ചെയ്തിരിക്കുകയാണ്, സമൂഹത്തിൽ വന്നിരിക്കുകയാണ്. ബഹുമാനികളെ, ആവശ്യമെന്ത് അനാവശ്യമെന്ത് എന്ന് തിരിച്ചറിയണം. കായിക രംഗം, കായികം അല്ലെ, എല്ലാം നമുക്ക് ആവശ്യമാണ്. കായിക രംഗത്തേക്ക് വന്നാൽ, ഫുട്ബോളിന്റെ രംഗത്തേക്ക് വന്നാൽ, ഇപ്പോൾ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസാരവും അവരുടെ രീതിയും ഇതൊക്കെ ഭയങ്കര അത്യാവശ്യ കാര്യമാണ്. ആലോചിച്ച് നോക്കൂ ബഹുമാനികൾ. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുമ്പോഴും ആവശ്യമുള്ള സുഹൃത്തേതാണ്, അനാവശ്യ സുഹൃത്തേതാണ് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇല്ലെങ്കിലോ യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, നാളെ ഖിയാമത്ത് നാളിൽ നെടും ഖേദത്തിന് അവസരമൊരുക്കുന്ന കാര്യമാണ് സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കുക എന്നത്. ചെറിയ പിള്ളേരുടെ കാര്യം മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ സുഹൃത്തുക്കൾ എങ്ങനെയുള്ളതാണ്? ആവശ്യ സുഹൃത്താണോ അനാവശ്യ സുഹൃത്താണോ? അതിലും എന്തുണ്ട്? ദുഹാനുണ്ട്, പുകണ്ട്. ഏതാ നല്ലത്, ഏതാ വേണ്ടത്, ഏതാ വേണ്ടാത്തത് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത സാഹചര്യത്തിലും ചുറ്റുപാടിലുമാണ് നാം ഉള്ളത്. ബഹുമാനികളെ, അനാവശ്യ സുഹൃത്താണ് എങ്കിൽ എന്താ സംഭവിക്കുക? പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറഞ്ഞതുപോലെ, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, അല്ലാഹുവേ, ആ കൂട്ടുകാരനെ ഞാൻ സുഹൃത്തായിട്ട് സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ആലോചിച്ചു. ഇത് പരിശുദ്ധ ഖുർആൻ ശരീഫിൽ അല്ലാഹു തആല പറയുന്നതാണ്, യാ വൈലതാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ. അവൻ കാരണമല്ലേ ഞാൻ ലഹരിയിലേക്ക് പെട്ടത്? അവൻ കാരണമല്ലേ എന്റെ നല്ല നല്ല സമയങ്ങളെ ടെലിവിഷന് മുമ്പിലും അതുപോലെ തന്നെ ബിഗ് സ്ക്രീന് മുന്നിലും എന്റെ സമയം വിനിയോഗിക്കേണ്ടി വന്നത്? അവൻ കാരണമായിട്ടല്ലേ? എവിടെ വെച്ചിട്ട് ആലോചിക്കുന്നറിയോ? നരകത്തിലെത്തിയിട്ട്. അതിനെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുന്നത്, യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീലാ, ആ കൂട്ടുകാരനെ സുഹൃത്തായിട്ട് ഞാൻ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഒരു വേള ആലോചിച്ചു പോകുന്ന ഒരു സാഹചര്യം വരാനുണ്ട്. ബഹുമാനങ്ങളെ, ചുറ്റുപാട് വരാനുണ്ട്. അതുകൊണ്ട് ആവശ്യ കൂട്ടുകാരനാണോ അനാവശ്യ കൂട്ടുകാരനാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. ആവശ്യ കൂട്ടുകാരനാണെങ്കിലോ വലിയ ഉപകാരമായിരിക്കും. ഇദാ ദഖലൽ ജന്ന, മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നാൽ, وفقدوا إخوانهم الذين كانوا يصلون ويصومون معهم, മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ കടന്നാൽ അവരന്വേഷിക്കും, എവിടെ ദുനിയാവിൽ വെച്ച് എന്റെ കൂടെ നിസ്കരിച്ചവർ, എന്റെ കൂടെ നോമ്പനുഷ്ഠിച്ചവർ, പരിശുദ്ധ ഇസ്ലാമിന്റെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടി എന്റെ കൂടെ പരിശ്രമിച്ചവർക്ക് എവിടെ കാണുന്നില്ലല്ലോ. എന്തെങ്കിലും ഒരബദ്ധത്തിന്റെ പേരിൽ നരകത്തിൽ പോയാൽ തന്നെ ഈ മുഅ്മിനായ കൂട്ടുകാരൻ നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനികളെ, കൂട്ടിന്റെ വിഷയത്തിലും ആവശ്യമെന്ത് അനാവശ്യമെന്ത് എന്ന് ചിന്തിക്കുകയും നല്ലതിനെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ നാളെ കൈപിടിക്കേണ്ടി വരും. നല്ല സുഹൃത്തുക്കളാണെങ്കിലോ ഖിയാമത്ത് നാളിൽ നമുക്ക് ഉപകാരമായി. അതുകൊണ്ട് തന്നെയാണ് ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്, ഇസ്തക്സിറൂ ലി അസ്തിഖാഅൽ മുഅ്മിനീന, ഇസ്തക്സിറൂ അൽ അസ്തിഖാഅൽ മുഅ്മിനീന, നല്ല കൂട്ടുകാരെ നിങ്ങൾ അധികരിപ്പിച്ചുകൊള്ളൂ. കാരണം ഫഇന്ന ലഹും ശഫാഅത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവർ നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി ശഫാഅത്ത് ചെയ്യുന്നതാണെന്ന് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു. ആരോടുകൂടെ കൂടണം? ആരോടുകൂടെ കൂടണം? ലഹരിയിൽ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ആളുകളോടാണോ? ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ആളുകളോടാണോ? പലപ്പോഴും കൂട്ടുകാരാണ് നമ്മളെ മാതാപിതാക്കളിൽ നിന്നും അകറ്റുന്നത്, ഭാര്യമാരിൽ നിന്നും അകറ്റുന്നത്, പണ്ഡിതന്മാരിൽ നിന്നും അകറ്റുന്നത് പോലും മോശമായ കൂട്ടുകാരുടെ അബദ്ധജടിലമായ സംസാരങ്ങളിലൂടെ അകറ്റുന്നുണ്ട് എന്നത് ബഹുമാനികളെ അവിതർക്കിതമായ കാര്യമാണ്. നല്ല നല്ല കൂട്ടുകാരായിരിക്കണം. നല്ല കൂട്ടുകാരാണോ മോശം കൂട്ടുകാരാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട്. രാവുകൾ ഉറക്കം വിളച്ചുകൊണ്ട് സുബഹി ഖളാക്കുന്ന നിലയിൽ
ഫുട്ബോൾ കളി കാണാൻ ഏതെങ്കിലും ഒരു കൂട്ടുകാരൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എങ്കിൽ ബഹുമാനികളെ, അത് നല്ലൊരു കൂട്ടുകാരൻ അല്ല. ഇനി കളി കണ്ടാൽ തന്നെയാണെങ്കിലും സുബഹിന്റെ സമയം കളിയൊക്കെ ഓക്കെ, പക്ഷെ സുബഹി അത് അത്യാവശ്യമാണ്, അത് വിട്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന ഒരു സുഹൃത്ത് നിനക്കുണ്ടോ? എന്നാൽ അത് നിനക്ക് വലിയൊരു നേട്ടമാണ് എന്നാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ബഹുമാനികളെ, ആവശ്യം എന്ത്, അനാവശ്യം എന്ത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഫുട്ബോളിന്റെ ഈ രംഗത്ത് നമുക്ക് ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാതെ പോകുന്ന ഈ സമയമാണ് കായിക രംഗം. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, അതൊരു കായിക വിനോദമായിട്ട് എടുക്കുക, അത്രമാത്രം. അതിലപ്പുറം ഫാൻ അസോസിയേഷൻ ആയിക്കൊണ്ട് ഒരുപാട് പൈസകൾ മുടക്കിക്കൊണ്ട് ഫ്ലെക്സുകളും കട്ടൗട്ടുകളും നാം സ്ഥാപിക്കാൻ തയ്യാറാകുമ്പോ ബഹുമാനികളെ, അത് വലിയ അപകടകരമായ കാര്യമാണ്. മുഅ്മിനായ മുസ്ലിമായ ഒരു മനുഷ്യനിൽ നിന്നും അത് ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. എന്തുകൊണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാനശ് ശയാത്തീൻ. ദുർവ്യയം നടത്തുന്നവൻ ആരോ അവൻ പിശാചിന്റെ സഹോദരങ്ങളാണ്. അതിനപ്പുറത്തേക്ക് വേറെ ഏത് വാക്കാ ബഹുമാനികളെ നമുക്ക് കിട്ടാനുള്ളത്? ദുർവ്യയമല്ല ഉസ്താദ്, അത് ഭയങ്കര അത്യാവശ്യമുള്ള കാര്യമാണ്. ഏത്? മെസ്സിയുടെ ഫോട്ടോ അങ്ങനെ 1,00,000 വെക്കല് അത്യാവശ്യമുള്ള കാര്യമാണ്. ആരാ ബഹുമാനികൾ എന്ന് പറയുന്നത്? അത് ദുർവ്യയം ആണ് എങ്കിൽ അത് വെക്കുന്നവൻ ആരോ ഇഖ്വാനശ് ശയാത്തീൻ, ശൈത്താന്റെ സഹോദരനാണെന്ന് ഉസ്താദ് പറഞ്ഞതല്ല, പരിശുദ്ധ ഖുർആൻ ശരീഫ് പറയുന്നതാ. ബഹുമാനികളെ, ആവശ്യം എന്ത്, അനാവശ്യം എന്ത് എന്ന് നാം തിരിച്ചറിയുന്നില്ല എങ്കിൽ നമ്മൾ നല്ലൊരു മുസ്ലിം അല്ല. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. നല്ല ഒരു മുസ്ലിമിന്റെ അടയാളമാണ് എന്ത്? അനാവശ്യ കാര്യങ്ങൾ വിട്ടുനിൽക്കുക എന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയം കഠിനമാകാറുണ്ട്, അല്ലെ? കഠിന ഹൃദയമാകണമെന്ന് നമ്മൾ സംശയിച്ചു പോകാറുണ്ട്. ചിലപ്പോ ശരീരത്തിന് എന്തൊക്കെയോ തളർച്ചയും അസ്വസ്ഥതയും നേരിടാറുണ്ട്. ചിലപ്പോഴൊക്കെ വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ എന്തിന്റെ അടയാളം എന്നറിയോ? അനാവശ്യ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട് എന്നതിനുള്ള അടയാളം. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെടുമ്പോൾ ഹൃദയത്തിന് കാഠിന്യമുണ്ടാകും, പിന്നെ ശരീരത്തിന് അസ്വസ്ഥതയുണ്ടാകും, വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? ഇമാമ് പറഞ്ഞതല്ല, മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ കാര്യമാണ്. ഇദാ റഅയ്ത ഖസാവതൻ ഫീ ഖൽബിക, നിന്റെ ഹൃദയത്തിൽ കാഠിന്യം നീ അനുഭവപ്പെടുന്നുവെങ്കിൽ, വവഹ്നം ഫീ ബദനിക, നിന്റെ ശരീരത്തിന് ക്ഷീണം നീ അനുഭവപ്പെടുന്നുവെങ്കിൽ, വഹിർമാനം ഫീ റിസ്ഖിക, നിന്റെ വരുമാനത്തിൽ തടസ്സം നേരിടുന്നതായിട്ട് നിനക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ, മനസ്സിലാക്കിക്കൊള്ളുക, ഫഅലം, നീ മനസ്സിലാക്കിക്കൊള്ളുക, ബിഅന്നക തകല്ലംത ബിമാ ലാ യഅനീക, നിനക്ക് ആവശ്യമില്ലാത്തതെന്തോ നീ സംസാരിച്ചു. ആവശ്യമില്ലാത്തത് എന്തോ ഒന്ന് സംസാരിച്ചാൽ തന്നെ എന്തൊക്കെ ഉണ്ടാകും? ഹൃദയ കാഠിന്യം, ശരീരത്തിന് തളർച്ച, വരുമാന മാർഗത്തിൽ ഉണ്ടാകുന്ന തടസ്സം. ബഹുമാനികളെ, ഒരു സംസാരത്തിൽ വന്നാലാണ്. അപ്പൊ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങൾ അധികവും എങ്ങനെയാണ്? നമ്മുടെ ഹൃദയം കഠിനമായി പോകുന്നതിനുള്ള കാരണം അന്വേഷിച്ച് എങ്ങും പോകണ്ട. നമ്മുടെ ശരീരത്തിന് ക്ഷീണവും അസ്വസ്ഥതയും ഉണ്ടാകാനുള്ള കാരണം അന്വേഷിച്ച് ഒരു ഡോക്ടറുടെ അടുത്തും പോകേണ്ടതില്ല. വരുമാന മാർഗത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്തെന്ന് ആലോചിച്ച് തലപുണ്ണാക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട്? ആവശ്യവും അനാവശ്യവും തിരിച്ചറിയാതെയുള്ള ജീവിത ശൈലി ഇങ്ങനെയുള്ള കാരണമാണെന്ന് മഹാനായ മാലിക് ബിൻ ദീനാർ റഹ്മത്തുള്ളാഹി അലൈഹി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ബഹുമാനികളെ, മഹാനായ അബൂ ദുജാന റഹ്മത്തുള്ളാഹി അലൈഹി, അബൂ ദുജാന റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്തിന്റെ സമയമായപ്പോ മുഖം ഇങ്ങനെ വെട്ടിപ്രകാശിക്കുകയാണ്. എന്താണ് നിങ്ങൾ ചെയ്ത അമല് എന്ന് ചോദിച്ചപ്പോ അബൂ ദുജാന റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പറയാനുണ്ടായത്, ബദറിൽ ഞാൻ പങ്കെടുത്തതിന്റെ കാരണമാണ് എന്നല്ല, ഉഹദിൽ ഞാൻ പങ്കെടുത്തു എന്നതിന്റെ കാരണം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം കള്ളപ്രവാചകത്വവാദിയായ മുസൈലിമത്തുൽ കദ്ദാബുമായിട്ട് യമാമ രണാങ്കളത്തിൽ അടരാടിയിട്ടുണ്ട് മഹാനായ അബൂ ദുജാന റഹ്മത്തുള്ളാഹി അലൈഹി. അതൊന്നുമല്ല പറഞ്ഞത്. അബൂ ദുജാന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞെന്താണെന്നറിയോ?
ഈ സമയത്ത് എനിക്ക് സന്തോഷമുണ്ടാകാൻ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, അനാവശ്യമായിട്ടൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല, അനാവശ്യമായ ഒരു കാര്യവും ഞാൻ ഇടപെട്ടിട്ടില്ല. രണ്ടാമത്തത്, ഒരു മുസ്ലിമിനോടും മനസ്സിൽ ഞാൻ വെറുപ്പ് വെച്ചിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങൾ അവകാശപ്പെടാൻ നമ്മിൽ ആർക്ക് കഴിയും? നമ്മളൊക്കെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, ഒരുപാട് സുഹൃതങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നവരാണ്. പക്ഷേ ബഹുമാനികളെ, ആവശ്യമെന്ത് അനാവശ്യമെന്ത് എന്ന തിരിച്ചറിവോടുകൂടെ ആവശ്യത്തിന് മുൻതൂക്കം നാം കൊടുത്തിട്ടില്ല എങ്കിൽ നല്ല ഒരു മുസ്ലിം അല്ല എന്നതാണ് ബഹുമാനികളെ നാം മനസ്സിലാക്കേണ്ടത്. സ്വർഗത്തിന്റെ മാർഗം, നരകത്തിന്റെ മാർഗം അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നു, പുണ്യ റസൂലും നമുക്ക് പറഞ്ഞു തന്നു. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഇന്നാ ഹദൈനാഹുസ് സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. സ്വർഗത്തിലേക്കുള്ള മാർഗം നന്ദിയുടെ മാർഗം, നരകത്തിലേക്കുള്ള മാർഗം നന്ദികേടിന്റെ മാർഗം. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. നമ്മുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതായ വേണ്ടാത്തരങ്ങൾക്ക് നമ്മുടേതായ വിശദീകരണങ്ങൾ നമ്മൾ നൽകുകയാണ്. അത് കായികമാണെങ്കിലും ശരി, സുഹൃത്തിനെ തെരഞ്ഞെടുക്കുന്നിടത്താണെങ്കിലും ശരി, വിവാഹത്തിന്റെ രംഗത്താണെങ്കിലും ശരി, ഏത് മേഖലയിലാണെങ്കിലും ശരി, നമ്മുടേതായ ആവശ്യങ്ങൾ ശരിയാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ളതായ വിശദീകരണങ്ങൾ, പുകമറ നാം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ്. നരകത്തിലേക്കുള്ള മാർഗം നമ്മൾ തന്നെ എന്ത് ചെയ്യാണ്? സ്വയം തെരഞ്ഞെടുക്കുകയാണ്. ബഹുമാനികളെ, സ്വർഗത്തിലേക്ക് എത്തുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. സ്വർഗത്തിലേക്ക് എത്തുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അനാവശ്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും ആവശ്യങ്ങളുമായിട്ട് നാം കൂടുകയും ചെയ്യുക എന്നത് സ്വർഗത്തിലേക്കുള്ള മാർഗമാണ്. അതിനുള്ള അമലുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരിക്കൽ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഒരു പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറാൻ വേണ്ടി ശ്രമിച്ചു. ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പബ്ലിക് ടോയ്ലറ്റിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോ അതിന് മുമ്പിലിരുന്ന, അതിനെ നോക്കുന്ന ആള് തടഞ്ഞിട്ട് പറഞ്ഞു, പൈസ തന്നാൽ കയറ്റാമെന്ന് പറഞ്ഞു. ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി വിധം മാറി, മുഖഭാവം മാറി നിന്നു, സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിച്ചു, പൈസ ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ വിഷമിക്കണ്ട, അവസരം തരാം എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, പൈസ ഇല്ലാത്തത് കൊണ്ടല്ല, പിന്നെയോ ശൈത്താന്റെ വീടാകുന്ന ഈ വീട്ടിലേക്ക് കയറണമെങ്കിൽ, എനിക്ക് അതിൻ്റെതായ വേതനം തരണമെങ്കിൽ, അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും അവരെല്ലാം വസിക്കുന്ന സ്വർഗമാകുന്ന ഭവനത്തിലേക്ക് കടക്കണമെങ്കിൽ എന്റെ കയ്യിൽ എന്താണ് ഉള്ളത്? മഹാനവറുകൾ ചിന്തിച്ചതുപോലെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല. നമുക്കെപ്പോഴും ഫുട്ബോൾ ലഹരിയിലാണ്, മറ്റുള്ള ലഹരിയിലാണ് നാം ഉള്ളത്. സ്വർഗവും നരകവും നമുക്ക് അന്യമാണ്. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി ആലോചിക്കുകയാണ്, മഹത്തുക്കൾ കടക്കുന്നതായ ആ സ്വർഗത്തിലേക്ക് കടക്കാൻ എന്റെ കയ്യിൽ എന്താണുള്ളത്? അതാണ് തഴവ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരും പറഞ്ഞത്, മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്, കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്, അതിലേക്ക് നീ ഒരു പാസ് താമന്നാനെ, അത് നിന്റെ പക്കൽ മാത്രമാ ഹന്നാനെ. ബഹുമാനികളെ, ആവശ്യമുള്ളതും അനാവശ്യമായ കാര്യങ്ങളും തിരിച്ചറിയുകയും ആവശ്യമുള്ളതുമായിട്ട് കൂടുകയും അനാവശ്യമായ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ത്യജിക്കാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ അടുത്ത ആഴ്ചയിൽ സൂചിപ്പിക്കാം. പ്രധാനമായിട്ടും ഒരു കാര്യം പറയാനുണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഉളുഹിയ്യത്തിന് ഷെയർ എടുത്തവരുടെ ശ്രദ്ധക്ക്, ഈ വർഷത്തെ ഉളുഹിയ്യത്ത് കർമ്മത്തിനായി നാം ഷെയർ ഒന്നിന് 11,000 രൂപയാണ് ഈടാക്കിയത്. ഉരുക്കളുടെ വില പ്രാദേശിക മാർക്കറ്റിൽ ക്രമാതീതമായി ഉയർന്നു നിന്ന സാഹചര്യത്തിലാണ് ഈ വില നിശ്ചയിച്ചത്. എന്നാൽ താരതമ്യേന ഉരുക്കളെ കുറഞ്ഞ വിലക്ക് ലഭ്യമായ തമിഴ്നാട് അതിർത്തിയിൽ നിന്നും ലഭിച്ചതിനാൽ ചിലവ് ഷെയർ ഒന്നിന് 9,553 രൂപയിൽ ഒതുക്കാനായി. ഷെയർ ഒന്നിന് 1,447 രൂപ തിരികെ നൽകുന്നതാണ് എന്ന് അറിയിക്കുകയാണ്. ജൂലൈ 6 തിങ്കളാഴ്ച
ജൂലൈ മാസം 6-ാം തീയതി തിങ്കളാഴ്ചക്ക് ശേഷം 6-ാം തീയതി തിങ്കളാഴ്ചക്ക് ശേഷം രാവിലെ 10:30-നും 12:30-നും മധ്യേ കമ്മിറ്റി ഓഫീസിൽ വന്ന് സെക്രട്ടറിയിൽ നിന്നും തുക കൈപ്പറ്റാവുന്നതാണ്. വെള്ളിയാഴ്ചകളിൽ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല. അത് വെള്ളിയാഴ്ച പല തിരക്കുകളുണ്ടല്ലോ. ഈ വിവരം എല്ലാ ഉദ്ഹിയ്യത്ത് ഷെയർ എടുത്തവരും അറിയിപ്പായിട്ട് കണക്കാക്കണമെന്ന് കമ്മിറ്റിയുടെ പ്രത്യേകമായ അറിയിപ്പുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അക്കാര്യം ശ്രദ്ധിക്കുക. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പൂർത്തീകരിക്കാൻ നമുക്ക് തൗഫീഖ് നസീബാക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ, ഞങ്ങളെ നീ കബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നീ ഏറ്റെടുക്കണം തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം നീ മാപ്പാക്കണം റഹ്മാനെ. നല്ല ഒരു മുസ്ലിമായി കൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണം റഹ്മാനെ. അനാവശ്യ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ തൗഫീഖ് നസീബാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ പലവിധ രോഗങ്ങളുള്ളവരുണ്ട് റബ്ബേ, നീ ശിഫ നൽകണം റഹ്മാനെ. ഇവിടെയുണ്ട്, അതുപോലെ തന്നെ വീടുകളിലുണ്ട്, ഹോസ്പിറ്റലുകളിലുണ്ട് റബ്ബേ, നീ ശിഫ നൽകണം അല്ലാഹ്. ആഫിയത്ത് നൽകണം റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ കടങ്ങളുള്ളവരുണ്ട് റബ്ബേ, വീട്ടാനുള്ള മാർഗങ്ങൾ നീ എളുപ്പമാക്കണം റഹ്മാനെ. അല്ലാഹു, വീടില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, അനുയോജ്യമായ വീട് നൽകണം റഹ്മാനെ. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ, സ്വാലിഹീങ്ങളായ മക്കൾ നൽകി നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ പലരും ആറടി മണ്ണിലാണ് റബ്ബേ, അവർക്കെല്ലാം നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അവരുടെ ദറജകൾ നീ ഉയർത്തണം റഹ്മാനെ. പടച്ചവനെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് സഹോദരിമാരടക്കം മരണപ്പെട്ടിട്ടുണ്ട്. അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. ബർസഖ് നീ സന്തോഷത്തിലും വെളിച്ചത്തിലുമാക്കണം റഹ്മാനെ. ربنا ارحمهم كما ربونا صغارا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. മയ്യത്ത് നിസ്കാരമുണ്ട്. ഗുരുവായൂർ അബ്ദുൽ കബീർ എന്ന സഹോദരൻ, അബ്ദുൽ ഖാദർ ഹാജി ചന്ദ്ര പിന്നി, അഹമ്മദ് ദാരിമി